17ാമത്തെ വയസ്സിൽ സ്വന്തമായി ടെക് കമ്പനി നിർമ്മിച്ചത് 500-ലധികം വെബ്സൈറ്റുകൾ. തീർന്നില്ല. കേരളത്തിലെ ഓരോ വാർഡുകളെയും ടെക്നോളജിയിലൂടെയും ഡിജിറ്റൽ ലിറ്ററസിയിലൂടെയും സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ വാർഡ് എന്നൊരു സ്റ്റാർട്ടപ്പിനും തുടക്കം കുറിച്ചിരിക്കുകയാണ് പയ്യാവൂർ സേക്രഡ് ഹാർട്ട് HSSലെ +1 വിദ്യാർത്ഥിയായ ശ്രാവൺ നാരായൺ. ശ്രാവൺ നാരായണന്റെ നേട്ടത്തിന് പിന്നിലെ കഥ കാണാം. കരിയർ കണ്ടെത്താൻ കോളേജ് പഠനം പൂർത്തിയാക്കുന്നതുവരെ കാത്തിരിക്കുകയാണല്ലോ പതിവ് രീതി. എന്നാൽ ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തനായിരുന്നു ശ്രാവൺ. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പഠനത്തോടൊപ്പം തന്റെ അത്യാവശ്യങ്ങൾക്കായുള്ള വരുമാനവും കണ്ടെത്തുന്നതിന് ശ്രമം തുടങ്ങി. ആയിടെയാണ് കുട്ടികളുടെ ടെക്നിക്കൽ സ്കില്ലുകളെ വളർത്തിയെടുക്കുവാൻ കഴിയുന്നൊരു പ്ലാറ്റ്ഫോം അധ്യാപകൻ ശ്രാവണിന് പരിചയപ്പെടുത്തിയത്. അങ്ങനെ ടാൽഡ്രോപ്പിന്റെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമായ സ്റ്റേപ്പിന്റെ 3 വർഷത്തെ ടെക് സ്കൂളിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. 6 മാസത്തെ പഠനത്തിലൂടെ നേടിയെടുത്ത സ്കില്ലുകളിലൂടെ ടെക് കമ്പനി തന്നെ തുടങ്ങി. ഇന്ന് 17ാമത്തെ വയസ്സിൽ 500-ലധികം വെബ്സൈറ്റുകളാണ് നിർമ്മിച്ചു നൽകിയത്. കോഡ് കേവ് എന്ന ശ്രാവണിന്റെ സ്വന്തം വെബ്സൈറ്റ് ഡെവലപ്പിംഗ് കമ്പനിക്ക് ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി ക്ലയന്റുകളുണ്ട്. ഞാൻ 9th പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ സ്കൂളിലെ ഒരു സാർ എനിക്ക് സ്റ്റേപ്പ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തന്നത്. മെയിനായിട്ട് ഞാൻ ടെക്നോളജിയിൽ എന്തൂസിയാസ്റ്റ് ആയിരുന്നു. അതായത് മീഡിയ റിലേറ്റഡ് സർവീസ് ആണെങ്കിലും വീട്ടിലൊരു ക്യാമറ ഉണ്ട്, അത്യാവശ്യം ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെയും വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എഡിറ്റിംഗ് വർക്ക്സും അങ്ങനെ അതായത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സും ഞാൻ പഠിച്ചിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി ഈ ഒരു സ്റ്റേപ്പ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ബിൽഡ് ചെയ്തെടുത്ത സ്കിൽസ് വെച്ചിട്ട് കുറേ ഹാക്കത്തോൺസിലും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ, തൃശ്ശൂർ, അതേപോലെ തന്നെ സ്റ്റേപ്പിന് തന്നെ ഹാക്കത്തോൺസിൽ പങ്കെടുത്തു. അവിടെ നിന്നൊക്കെ ഫസ്റ്റ് അടിക്കാൻ പറ്റി. നല്ല രീതിക്കുള്ള പ്രൈസ് മണി കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തു. പിന്നീടാണ് ഞാൻ ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നൊരു മേഖലയിലേക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് മൈ വാർഡും അതേപോലെ തന്നെ കോഡ് കേവൊക്കെ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്ത് ഇപ്പം സെറ്റിലാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ കൂടാതെ തന്നെ ഇപ്പം ഇത്രയും സ്കിൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ കിട്ടിയാണ് സ്റ്റേപ്പിൽ ഒരു 50ഓളം വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു മാസ്റ്റർ ട്യൂട്ടറായിട്ട് അവരെ ട്യൂട്ടറായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, പേഴ്സണലായിട്ട് അവരെ ഒന്ന് മെൻറ്റർ ചെയ്തെടുക്കുക എന്നുള്ളൊരു ജോബും കൂടിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ചെറുപ്രായത്തിൽ തന്നെ അഭിരുചി കണ്ടെത്താൻ കഴിഞ്ഞതും ടെക്നോളജിയോടുള്ള അടങ്ങാത്ത താല്പര്യവും കൃത്യസമയത്ത് വേണ്ട പരിശീലനം ലഭിച്ചതുമാണ് ഗുണകരമായതെന്ന് ശ്രാവണിന്റെ മാതാപിതാക്കൾ പറയുന്നു. സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ സാധാരണക്കാരിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആരംഭിച്ച സ്റ്റേപ്പ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് മകൻ ഈ രംഗത്ത് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയ വെബ് ഡിസൈനിങ് ഒക്കെ തുടങ്ങി, അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ച് ഇപ്പം ചെറിയ രീതിയിൽ ഇൻകമൊക്കെ അവന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ കുടുംബം എന്ന നിലനിൽക്കും പാരൻസ് എന്നുള്ള നിലക്കും വളരെ സന്തോഷത്തിലാണ്. ടെക്നോളജിയിൽ മികച്ച ഫൗണ്ടേഷൻ നേടുന്നതിനൊപ്പം സംരംഭക ലോകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള എക്സ്പോഷറും സ്റ്റേപ്പിലെ പഠനത്തിലൂടെ ശ്രാവണിന് ലഭിച്ചിരുന്നുവെന്ന് സ്റ്റേപ്പ് CEO സോബിൻ നജ്മുദ്ദീൻ. ശ്രാവൺ അവന്റെ ടെക്നോളജിയിലെ താല്പര്യം വളരെ ചെറിയ പ്രായത്തിലേ കണ്ടെത്തുകയും സ്റ്റേപ്പിലൂടെ അതിന് വേണ്ട മെന്റർഷിപ്പും റിയൽ വേൾഡ് എക്സ്പീരിയൻസും നൽകാൻ കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ശ്രാവണിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് രൂപപ്പെട്ടത്. ചെറിയ പ്രായത്തിലെ റിയൽ വേൾഡ് എക്സാമ്പിളുകളിൽ നിന്ന് പഠിക്കാൻ കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഇന്ന് ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ സാധ്യത മനസ്സിലാക്കുകയും ഇതുപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ ഭാവി കൂടുതൽ സുരക്ഷിതമാണ്. ശ്രാവൺ ഒരു എക്സെപ്ഷൻ അല്ല, ഒരു എക്സാമ്പിൾ ആണ്. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വരുമ്പോഴാണ് നാട്ടിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. ടെക്നോളജിയിലൂടെയും ഡിജിറ്റൽ ലിറ്ററസിയിലൂടെയും കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളെ സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയൊരു സ്റ്റാർട്ടപ്പിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ശ്രാവൺ. മൈ വാർഡ് എന്ന തന്റെ സ്റ്റാർട്ടപ്പിലൂടെ ഗ്രാമപഞ്ചായത്തിലൂടെ ലഭിക്കാവുന്ന എല്ലാ സേവനങ്ങളും ഒരു മൊബൈൽ ആപ്പിലൂടെ ഏറ്റവും വേഗത്തിൽ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ഭാവിയിൽ ഒരു വാർഡിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ സേവനങ്ങളും ഡിജിറ്റലായി മൈ വാർഡ് ആപ്പിലൂടെ ലഭ്യമാകും. ഒരു സ്റ്റാർട്ടപ്പ് എന്നൊരു കൺസെപ്റ്റ് നമുക്കൊന്ന് റിലീസ് ചെയ്യണം തോന്നിയത്. അതായത് ഇതുവരെ കേരളത്തിൽ ഉണ്ടാവാത്ത രീതിയിലുള്ളൊരു ആശയം തുടങ്ങണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ മൈ വാർഡ് എന്നൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ട് ചെയ്തത്. മൈ വാർഡിൽ 4 മെമ്പേഴ്സാണുള്ളത്. ശ്രീനന്ദ്, ഞാൻ, അതേപോലെ തന്നെ ഇർഷാദ്, അതേപോലെ തന്നെ അമിത്. ഈ 4 മെമ്പേഴ്സാണ് ഇനീഷ്യലി ആ ഒരു കോഫൗണ്ടേഴ്സ് റേഞ്ചിലുള്ളത്. അങ്ങനെ ടാൽഡ്രോപ്പിൽ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പിനെ പറ്റി സംസാരിച്ചു. അങ്ങനെ ടാൽഡ്രോപ്പിൻ്റെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് നമ്മൾ മൈ വാർഡ് എന്ന സ്റ്റാർട്ടപ്പ് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തു. മെയിനായിട്ട് നമ്മുടെ വാർഡും പഞ്ചായത്തൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞാൽ മൈ വാർഡ് എന്ന് പറയുന്നത്. പഠനം പൂർത്തിയാവാൻ കാത്തു നിൽക്കാതെ പഠനത്തോടൊപ്പം അഭിരുചി തിരിച്ചറിഞ്ഞ് കരിയർ മുൻകൂട്ടി പ്ലാൻ ചെയ്യുവാനും ലോകത്തെ നിയന്ത്രിക്കുന്ന ടെക്നോളജിയിൽ ചെറുപ്രായത്തിൽ തന്നെ അറിവ് നേടുവാനും കഴിഞ്ഞാൽ ശ്രാവണിനെ പോലെ 100 കണക്കിന് പ്രതിഭകളെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വിദ്യാലയത്തിൽ 1ാം വർഷം പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ശ്രാവൺ നാരായണൻ. ടെക്നോളജിയുടെ അനന്ത സാധ്യതകളെ തൻ്റെ ചുറ്റുപാടിൽ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ വിദ്യാലയത്തിനും നാട്ടുകാർക്കും അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനും ഗുണപ്രദമായ രീതിയിൽ വളരെ ചെറിയ പ്രായത്തിലെ തിരിച്ചുവിട്ട
പ്രതിഭാസമ്പന്നനായ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് ശ്രാവൺ നാരായൺ. ശ്രാവൺ നാരായണൻ്റെ സാന്നിധ്യം ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന നിരവധി കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പഠനകാലത്ത് തന്നെ കരിയർ പ്ലാൻ ചെയ്യുക എന്നത് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണെന്നും ഇത് തിരിച്ചറിഞ്ഞ് പൂർണ്ണ പിന്തുണ നൽകുന്നതിന് രക്ഷാകർതൃ സമൂഹം തയ്യാറാകേണ്ടതുണ്ടെന്നും രക്ഷിതാക്കളും അഭിപ്രായപ്പെടുന്നു. ശ്രാവൺ നാരായണൻ എന്ന കുട്ടി ഒരു പുതിയ സ്റ്റേപ്പ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ വളർന്ന് ഇവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളും കൂടുന്നുണ്ട്. അത് വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൗമുദി TV, കണ്ണൂർ.